വാർത്ത ആശാസമരം 52ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു സർക്കാർ. വൈകുന്നേരം NHM ഓഫീസിൽ നിന്നുള്ള അറിയിപ്പാണ്. ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ചിട്ടാണ് ചർച്ച നടത്തുക എന്നാണ് അറിയിച്ചത്. NHM ഓഫീസിൽ നിന്ന് സാധാരണ ചർച്ച അറിയിക്കാറുള്ള ആ ഓഫീസിൽ തന്നെയാണ് ചർച്ച അറിയിക്കുന്നത്. നാളെ വൈകുന്നേരം 3 മണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ വെച്ച് ചർച്ച നടത്തും എന്നാണ് കൂടുതലൊന്നും അറിയിപ്പില്ല. ചർച്ചയ്ക്ക് വിളിച്ചത് മാത്രമേ. NHM ഓഫീസിൽ മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് ചേംബറിൽ വെച്ചാണ് ചർച്ച. മൂന്നാം ഘട്ടമാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതെ, മന്ത്രിയുടെ തലത്തിൽ 3ാം വട്ടമാണ് ചർച്ച. ഈ ചർച്ചയിൽ പ്രതീക്ഷയുണ്ട്. കാരണം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കണ്ടതിന് ശേഷമാണ് മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് അറിയിച്ചിരുന്നത്. ഈ ചർച്ചയിൽ പ്രതീക്ഷയുണ്ട്. തീർച്ചയായും വലിയ പ്രതീക്ഷയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്? അതായത് ഓണറേറിയത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും മന്ത്രി മിണ്ടുന്നില്ല. ഇൻസെന്റീവിന്റെ കാര്യം മാത്രമാണ് മന്ത്രി പറയുന്നത്. ആ കാര്യങ്ങൾ തന്നെയായിരിക്കുമോ ഉന്നയിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിനോട് യോജിക്കാൻ കഴിയുമോ? ഞങ്ങളുടെ ഡിമാൻഡ് ഉണ്ട്. അതായത് മന്ത്രിക്കറിയാം, സർക്കാരിനറിയാം, എല്ലാവർക്കും അറിയാം. അതിന് മുകളിൽ വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. മുഴുവൻ ആവശ്യങ്ങളിൽ നിങ്ങൾ ഒരു കാരണവശാലും പിന്നോട്ട് പോവില്ല. അല്ല, ചർച്ച വരട്ടെ. ചർച്ച ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചർച്ച നടത്തുന്നത്. ചർച്ച വരുമ്പോൾ നാളെ വൈകുന്നേരം പോയി എന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആശമാരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. നാളെ 3 മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ചേംബറിലാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. NHM ആണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് വരുന്നത്. ഇത് 3ാമത്തെ തവണയാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഇവിടെ ചർച്ചയുള്ളത്. ഞങ്ങൾ ഈ സമരം 52 ദിവസം പിന്നിടുമ്പോൾ 13ാമത്തെ ദിവസം അനിശ്ചിതകാല നിരാഹാര സമരം പിന്നിടുമ്പോൾ ഞങ്ങൾ വ്യക്തമായ ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡിന് പുറത്ത് തന്നെ ആയിരിക്കണം ചർച്ച. അല്ലാതെ കഴിഞ്ഞ 2 ചർച്ച നടന്നതുപോലെ ആയിരിക്കരുത് എന്ന് ഞങ്ങൾക്ക് വളരെ ഉറച്ച ബോധ്യമുണ്ട്. അതിനകത്തെ ഇനി ചർച്ച നടക്കുള്ളൂ തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനും ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കണം? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. ഓണറേറിയം വർധനവും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിഷയങ്ങളും 52 വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കാവുന്ന ആ ഡിമാൻഡും പിരിച്ചുവിടുന്ന ആളുകൾക്ക് പിരിഞ്ഞു പോകേണ്ടി വരുന്ന സമയത്ത് വിരമിക്കൽ ആനുകൂല്യം പെൻഷനും അടക്കമുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ ഡിമാൻഡുകൾ. ആ ഡിമാൻഡ് സംസ്ഥാന സർക്കാരാണ് പരിഗണിക്കേണ്ടുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാർ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ആയിരിക്കണം ചർച്ച. കാരണം ഈ സമരം സെറ്റിൽ ചെയ്യാനാണല്ലോ ചർച്ച നടക്കുന്നത്. സമരം സെറ്റിൽ ചെയ്യണമെങ്കിൽ സമരസമിതി മുന്നോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡുകൾ പരിഗണിക്കുന്നതോടുകൂടി സമരം സെറ്റിൽ ചെയ്യപ്പെടാൻ പറ്റുകയുള്ളൂ. മറ്റു ട്രേഡ് യൂണിയനുകളെ വിളിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയിച്ചത്. നാളെ ഈ സമരം തീരാൻ സാധ്യതയുണ്ടല്ലേ? സമരം തീരുന്നത് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചു. സമരസമിതിയുമായി വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ കൃത്യമായി ചർച്ച ചെയ്ത് സമരസമിതിക്ക് കൂടിയാലോചിച്ച് ആ തീരുമാനങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അത് അംഗീകരിച്ച് അതിന് ഉറപ്പായിട്ട് ലഭിക്കണം. അത് കേവലം ചർച്ച ചെയ്തു പറഞ്ഞു എന്നതുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ പിൻവലിച്ചു എന്ന് വാർത്താക്കുറിപ്പ് ഇറക്കുകയും അത് ഉത്തരവായി വരുമ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ ഇൻസെന്റീവിനകത്ത് ഉൾപ്പെടുത്തുകയും കൂടുതൽ ഗുരുതരമായ ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തതയുള്ള ഉത്തരവും കൂടി ലഭിച്ചിട്ട് മാത്രമേ ഈ സമരപ്പന്തൽ വിട്ട് ഞങ്ങൾ പോവുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ രംഗത്ത് ആശാവർക്കറുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് യൂണിയൻ രംഗത്തുള്ള സംഘടനകളെ കൂടെ വിളിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളോട് അറിയിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിനകത്തൊന്നും വ്യത്യസ്ത അഭിപ്രായമില്ല. മറിച്ച് ഞങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ. സർക്കാർ ചില വിട്ടുവീഴ്ചകൾ തയ്യാറാവുകയാണെങ്കിൽ സമരസമിതിയും വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ദിവസം 232 രൂപ കൊണ്ട് ഇനി ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അതിനകത്ത് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു സമരത്തിന്റെ ടേബിളിൽ വരുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ആലോചിക്കാനോ പറയാനോ പറ്റുന്ന കാര്യമല്ല. അത് ചർച്ചക്കിടയിൽ മാത്രം വരുന്ന കാര്യങ്ങളാണ്. അതായത് ചർച്ച കൊണ്ട് മാത്രമല്ല, ഉത്തരവ് വന്ന ശേഷമേ സമരപ്പന്തലിൽ ഒരു മടക്കമുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രഖ്യാപനങ്ങളോ ഞങ്ങൾക്ക് ഉറപ്പുകളോ അല്ല വേണ്ടുന്നത്.
അത് ഉത്തരവായി. കാരണം എല്ലാം തന്നെ ഉത്തരവായിട്ടാണ് വരുന്നത്. നിലവിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഉത്തരവുണ്ട്. 700 രൂപ 7000 രൂപ എന്ന് പറയുന്നതിന് ഉത്തരവുണ്ട്. അതിന് മാനദണ്ഡങ്ങൾക്ക് ഉത്തരവുണ്ട്. പിരിച്ചുവിടാൻ ഉത്തരവുണ്ട്. വിരമിക്കൽ ആനുകൂല്യം ഒന്നും തന്നെ തരാതെ പിരിച്ചുവിടാനുള്ള ഉത്തരവിരിക്കെ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവ് വളരെ പരമപ്രധാനമാണ്. സമരസമിതി നേതാവ് മിനി കൂടിയാണ് സംസാരിച്ചത്. ഈ 52ാം ദിവസത്തിലേക്ക് സമരം കടക്കുന്നു. 13ാം ദിവസത്തിലേക്ക് അനിശ്ചിതകാല നിരാഹാരവും കടക്കുമ്പോഴാണ് നാളെ 3 മണിക്ക് ചർച്ചയ്ക്ക് ആരോഗ്യമന്ത്രി വീണ്ടും വിളിച്ചിരിക്കുന്നത്. ഡാൻ, ഇതിൽ എത്രത്തോളം പ്രതീക്ഷയാണുള്ളത്? JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി ചർച്ചയിലേക്ക് കടക്കും, വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ളൊരു വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഇതിനു മുൻപും ചർച്ചകൾ നടന്നതാണ്. ഇത് ഏത് തരത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ സമരസമിതിക്ക് ഇപ്പോഴുണ്ട്. അപർണ, ഈ സമരം നാളെ പരിഹരിക്കപ്പെടാനുള്ള, അതായത് ഒത്തുതീർപ്പിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനെ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ആശമാരുടെ മുഴുവൻ സംഘടനകളെയും, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള മുഴുവൻ കക്ഷികളെയും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സമരം ഒത്തുതീർപ്പിലേക്ക് എത്തുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്ന ഒരു ചോദ്യം സ്വാഭാവികമായി ഉയരുന്ന പശ്ചാത്തലം വരും. അവിടെ എല്ലാ സംഘടനകളും ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് INTUC സംസ്ഥാന അധ്യക്ഷനടക്കം പറഞ്ഞത് കഴിഞ്ഞ 14 വർഷമായി ഈ ഓണറേറിയവുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്ഥിര നിയമനം നൽകണമെന്ന കാര്യമൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് INTUC നേതൃത്വം നൽകുന്ന യൂണിയനാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ യൂണിയനുകളും മുമ്പോട്ട് വെക്കുന്ന ആവശ്യങ്ങളിൽ സർക്കാരിന് പ്രായോഗികമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് മുമ്പിലുള്ളത്. പക്ഷേ ഈ സമരസമിതി ഇപ്പോഴും വ്യക്തമാക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളിലും കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഇവിടെ നിന്ന് പിരിയുകയുള്ളൂ എന്നാണ്. അങ്ങനെ പറയുമ്പോൾ എത്ര കണ്ട പ്രതീക്ഷയോടെയാണ് ഈ നാളെ നടക്കാൻ പോകുന്ന ചർച്ചയെ അവർ നോക്കിക്കാണുന്നതെന്ന് സമരസമിതി നേതാക്കൾ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വളരെ പ്രതീക്ഷയോടെ, അതായത് ഇൻസെന്റീവുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലടക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അവിടെ അങ്ങനെ തന്നെ സംഭവിക്കും. വരുന്ന ദിവസം വീണ്ടും ചർച്ച ചെയ്യുമെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ആ പ്രതികരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ആശാ വർക്കർമാരും സമരസമിതി നേതാക്കളുമൊക്കെ ഇന്നലെ മുതൽ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് നാളെ വൈകുന്നേരം 3 മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ചേംബറിൽ ചർച്ച നടത്താനുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. അതാണ് സമരസമിതി നേതാക്കൾ തന്നെ ആ തീരുമാനം, അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നു. മറ്റ് ട്രേഡ് യൂണിയന്റെ ഭാരവാഹികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു എന്നൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് സമരസമിതി നേതാക്കൾ നാളെ നടക്കാൻ പോകുന്ന ഈ ചർച്ചയെ നോക്കിക്കാണാൻ പോകുന്നത്. ഫലമില്ലാത്ത ഒരു ചർച്ചയ്ക്കില്ല എന്ന് സർക്കാരിനോട് അവർ പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ അവർക്ക് ഉറപ്പ് നൽകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ 52 ദിവസം പിന്നിടുന്ന ആശാ വർക്കർമാരുടെ അനിശ്ചിതകാല സമരം ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നതിന്റെ, ഒത്തുതീർപ്പ് ശ്രമങ്ങളുടെ ഭാഗമായി തന്നെ വേണം നാളെ വൈകുന്നേരം നടക്കാൻ പോകുന്ന ഈ ചർച്ചയെ നോക്കിക്കാണാൻ. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്. നാളെ വൈകിട്ട് 3 മണിക്കാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ചർച്ച നടക്കുന്നത്. ഈ സമരത്തിൽ നിന്ന്, ആവശ്യങ്ങൾ പരിഹരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് ആശമാരുടെ പ്രതിനിധികൾ വ്യക്തമാക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പോഴും ഡാൻ പറയുന്നത് പോലെ തന്നെ 52 ദിവസവും കടന്ന് സമരം നീങ്ങുന്ന സാഹചര്യം. നേരത്തെയും സമരസമിതി നേതാവ് മിനി അടക്കം പറയുന്നത് ഈ മുൻപ് ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളിലും ഉറച്ചു നിൽക്കുകയാണ് എന്നുകൂടിയാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും അപർണ, ഇപ്പോൾ ഈ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം എന്നോടൊപ്പം ചേരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരാൻ സാധ്യത, 52 ദിവസമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ്. നാളെ എല്ലാ യൂണിയനുകളുമായി ചർച്ച നടക്കുന്നുണ്ട്. ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയാൽ അതിന്റെ ക്രെഡിറ്റ് ആർക്കായിരിക്കും? ഞങ്ങൾ 52 ദിവസമായി സമരം ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. തീർച്ചയായിട്ടും ഈ സമരം ഉയർത്തിക്കൊണ്ട് വരികയും ഈ പ്രശ്നം ലോകത്തിന്റെ ശ്രദ്ധയിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിക്കും ഈ ക്രെഡിറ്റ് ആർക്ക് പോകണം. അല്ല, അതിനെ സ്വാഗതം ചെയ്യുമ്പോഴും ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്നതായിരുന്നു സർക്കാരും
ഇടതുപക്ഷ നേതാക്കളൊക്കെ ആവർത്തിച്ച് വിമർശിച്ചുകൊണ്ടിരുന്നത് CATU ഉൾപ്പെടെ അതേ നിലപാടിലായിരുന്നു. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന ഒരു വിലയിരുത്തൽ വിമർശനം അത് നാളെ ഇതൊരു ഒത്തുതീർപ്പിലേക്ക് എത്തിയാൽ അവിടെ കൊണ്ട് ഇല്ലാതാകുമെന്ന് താങ്കൾ കരുതുന്നു? തീർച്ചയായിട്ടും ഞങ്ങളുടെ താല്പര്യം എന്തായിരുന്നു എന്നുള്ളത് ഈ ചർച്ച അവസാനിക്കുമ്പോൾ പ്രത്യേകിച്ചും അത് വിജയിക്കുകയാണെങ്കിൽ മനസ്സിലാവും. കാരണം ഉറപ്പായിട്ടും ആശാ വർക്കേഴ്സിന്റെ ഡിമാൻഡുകളും ആവശ്യങ്ങളുമാണ് പരിഗണിക്കപ്പെടുന്നത്. അതിൽ മറ്റൊരു രാഷ്ട്രീയ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കും. അതായത് ഈ നിങ്ങൾ ഈ പറയുന്ന ചില അതായത് 2 ഇരട്ടിയായി ഇപ്പോൾ നൽകുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ഒരു കടുംപിടുത്തം തുടർന്ന് 3 ഇരട്ടി ആ 3 ഇരട്ടി അത് പ്രായോഗികമായി ഒരു സർക്കാരിനെ കൊണ്ട് ഇപ്പൊ നമുക്കറിയാം തൊട്ടപ്പുറത്ത് 2 അനിശ്ചിതകാല സമരങ്ങൾ കൂടി ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു സർക്കാരിനെ സംബന്ധിച്ച് പ്രായോഗികമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നതിനുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉള്ളത് കണക്കിലെടുക്കാതിരിക്കാൻ കഴിയുമോ? ഇക്കാര്യത്തിൽ അത്ര വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് വരില്ല. കാരണം ഏറ്റവും മിനിമം ആവശ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത്. ഇടത് മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ തന്നെ അവർ തന്നെ ഉന്നയിച്ച ഡിമാൻഡുകളെ ഞങ്ങൾ ഉന്നയിച്ചുള്ളൂ. അത് കേരളത്തിന് സഹിക്കാൻ പറ്റുന്നതാണ്, എടുക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ എന്ത് സാമ്പത്തിക പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും എടുക്കാൻ പറ്റുന്നതാണ്, അഥവാ കൊടുക്കേണ്ടതാണ്. അതായത് നാളെ തികഞ്ഞ പ്രതീക്ഷയോടെയാണ് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വേണ്ടി പോകുന്നത്? വളരെ വളരെ പ്രതീക്ഷയോടെ. തീർച്ചയായിട്ടും വളരെയധികം നന്ദി പ്രതികരിച്ചാണ്. എന്തായാലും ആ പ്രതീക്ഷയോടെയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ നാളെ ആരോഗ്യമന്ത്രി നടത്തുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോകുന്നു. ഒരുപക്ഷെ ഒത്തുതീർപ്പിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും നാളത്തെ ചർച്ചയിൽ ഉരുത്തിരിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അപർണ, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നാളെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ചിട്ട് ആശാ വർക്കർമാരുമായുള്ള ചർച്ചയ്ക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്.